ചേട്ടാ ഒരു ചായ. രാവിലെ പഠിക്കില്ലാതെ അങ്ങനെ സാറിന് കാണാറില്ല. എന്ത് പറ്റി? രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഇല്ല ചേട്ടാ, അമ്മച്ചിക്ക് വയ്യല്ലോ. പിന്നെ അച്ഛനും പണിക്ക് ഒന്നുമില്ല ഇവിടെ. പഠിപ്പ് നിർത്തി. അല്ല പണിക്ക് പോയാലോന്ന് ആലോചിക്കുകയാണ്. അയ്യോ, നീ എന്ത് ജോലി ചെയ്യും? നിന്റെ പഠനം, നിന്റെ ഫുട്ബോൾ, എന്തെങ്കിലും കൂലിപ്പണിക്ക് പോവാം. പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ കുറച്ച് മീനെടുത്ത് വിൽക്കാം. അച്ഛൻ്റെ കാര്യം പോട്ടെ, അമ്മച്ചിൻ്റെ സിനിമകളും ഇല്ല, അവരെന്ത് ചെയ്യും? മോനെ നീ അതൊന്നും ചെയ്യണ്ട. കാരണം നീ കോളേജിൻ്റെയും അതോടൊപ്പം നാടിൻ്റെയും പ്രതീക്ഷയല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലെ കാര്യങ്ങൾ ആരും നോക്കും? അച്ഛൻ എങ്ങനെയായിരുന്നെങ്കിലും അമ്മച്ചിയായിരുന്നു ഉണ്ടാക്കാണ്. കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞ് നിൽക്കുന്ന അമ്മച്ചിക്ക് ഇനി വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റുമോ? ആ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല പാവത്തിന്. ചേട്ടാ എനിക്ക് വേണ്ട, എൻ്റെ കോഫിയുടെ മണം മാത്രമേ ഉള്ളൂ. ഇല്ല മോനെ, നീ കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ പങ്കൽ കൊടുക്കും. നീ വലിയ ജോലിക്കാരനാകുമ്പോൾ നീ ആ പൈസ എനിക്ക് തിരിച്ചു തന്നാൽ മതി. ഏതാ പയ്യൻ? കണ്ടിട്ട് നല്ല വീട്ടിലെ പയ്യനെപ്പോലുണ്ടല്ലോ. നല്ല വീട്ടിലെ പയ്യനാണ്, പക്ഷെ അനുഭവിക്കാൻ ഒഴിവില്ല. കാരണം അവന്റെ അച്ഛൻ ഭയങ്കര കുടിയാണ്. അല്ല, ചേട്ടൻ കുറേ ദിവസമായിട്ട് ഈ ഭാഗത്ത് കാണുന്നില്ല. എവിടെയാണോ? ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എന്റെ വീട് കുട്ടനാടാണ്, പേര് ബെനഡിക്സ്. ആണോ? അപ്പൊ സാറ് വിചാരിച്ചാൽ അവന് ജോലി ചെയ്യാൻ പറ്റില്ലേ? കാരണം അവന്റെ പഠിപ്പ് തുടങ്ങാതെ അവന്റെ ജോലിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹലോ, കെവിന്റെ അമ്മയല്ലേ? ഞാൻ ചായക്കടയിൽ തോമസ് ചേട്ടനാണ് കേട്ടാ. കെവിനൊന്ന് കൊടുക്കാവോ? ആ കെവിനെ, എടാ നീ കടയിൽ വന്നപ്പോഴും ചേട്ടനോട് ഇല്ലായിരുന്നു നിന്റെ അടുത്ത്. അപ്പം ഞാൻ ചേട്ടനോട് നിന്റെ കാര്യം സംസാരിച്ചിരുന്നു. അപ്പൊ നിനക്കൊരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിന്റെ പഠിത്തവും മുടങ്ങത്തില്ല, നിന്റെ പഠനവും നന്നായിട്ട് പോകും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നീ ഇന്ന് തന്നെ ആ ചേട്ടനെ വിളിക്കണം കേട്ടാ. ശരിയടാ, ഓക്കെ മോനെ. മോനെ ഇത് കഴിഞ്ഞിട്ട് മോനെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തോമസ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്റെ പഠിപ്പ് മുടങ്ങാതെ നിനക്കൊരു ജോലി ശരിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണല്ലേ? അപ്പം അമ്മയ്ക്കുള്ള ചികിത്സാ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ചേട്ടാ ഞാൻ എന്ത് ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മോനെ ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ നിനക്ക് തരും. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ പറയുന്ന കടകളിൽ എത്തിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ നിന്റെ പണി. ചേട്ടാ പഠിപ്പ് മുടങ്ങാൻ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. മോനെ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എന്നെ ഒരു അങ്കിളായിട്ട് നീ കണ്ടാൽ മതി കേട്ടോ. നിന്റെ കോളേജ് സമയം കഴിഞ്ഞുള്ള ആ സമയത്ത് നീ ചെയ്താൽ മതി കേട്ടോ. അങ്കിളെ അപ്പൊ ഞാൻ പോട്ടെ. അല്ല എന്ന് മുതലേ ഞാൻ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞില്ല. മോനെ ഇന്ന് വെള്ളിയാഴ്ചയില്ല, നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം. അപ്പോൾ ആ സമയത്ത് ഞാൻ നിനക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എത്തിച്ചേരാം കേട്ടോ. എന്തായാലും മോൻ്റെ കയ്യിൽ ഇതിരിക്കട്ടെ. മോനൊരു ഷർട്ടും പാൻറ്റും ബാക്കി വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ. കുഞ്ഞുങ്ങളാകും ഞങ്ങളെ ചേർത്ത് അണയ്ക്കുന്ന ഈശോ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് മോളുടെ ഡാൻസ് ഇങ്ങനെ പുറത്ത് ലയിച്ചിരിക്കുകയായിരുന്നു. അമ്മേ ഇതാണ് ബെനഡിക്റ്റ്. അപ്പൊ ഇതാണല്ലേ കെവിന്റെ കേസിയ. ഡാൻസ് സൂപ്പർ ആണ് കേട്ടോ. എന്നാ അവധിയല്ലേ, ഞാനും കെവിനും കൂടെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. വൈകിട്ടേ വരുള്ളൂ. മോനെ ഒരുപാട് വൈകാൻ നിൽക്കല്ലേ, നേരത്തെ വരണേ. കെവിനെ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം.
നിൻ്റെ ആ ബെനഡിക്റ്റ് എന്നുള്ള ആളൊരു ഫ്രോഡാണെന്ന് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞത്. കുറേ കേസുകളിലൊക്കെ അയാൾ പ്രതിയാണ്, ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ ടൗണിൽ കിടന്ന് കറങ്ങുന്ന എൻ്റെ പപ്പ കണ്ടിരുന്നു. നാർക്കോട്ടിക് സെല്ലിലും പോക്സോ കേസിലും ഒക്കെ ഒത്തിരി കേസുണ്ട് അയാളുടെ പേര്. അതുകൊണ്ട് നീ അയാളായിട്ടുള്ള കൂട്ടാൻ അവസാനിപ്പിക്കണം. അലീന പറയുന്നത് ശരിയാണ് കേവനെ. അവളുടെ പപ്പ നാർക്കോട്ടിക് സെല്ലിലെ ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങൾ പണി നോക്കൂ, ബെസ്റ്റ് ഫ്രണ്ട്സ് വരും. ഞാനും എൻ്റെ കുടുംബം പട്ടിണി ആയിരുന്നപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? ആ കടയിലെ തോമസ് ഏട്ടൻ മാത്രമാണ് എന്നോട് ഇച്ചിരി കരുണ കാണിച്ചത്. കെവിൻ, നമ്മൾ ജീസസ് യൂത്ത് അല്ലേടാ, നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ കഴിയും? ഞാൻ ബേക്കറി സാധനമാണ് കൊണ്ട് കൊടുക്കുന്നത്. വിശ്വാസം വാക്കുകൾ മാത്രം ഒതുങ്ങിയാൽ പോരാ, അത് പ്രവർത്തിയിലും വേണം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വെറും ബേക്കറി സാധനങ്ങൾ കൊടുത്തുകൊണ്ട് നിനക്ക് ഇത്ര ശമ്പളം തരാൻ പറ്റുമോ അയാൾക്ക്? എന്നെ ആരും ഉപദേശിക്കണ്ട, ശരിയും തെറ്റും എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞാലും കേവനെ നീ ചെയ്തത് തെറ്റാണ്. നീ ഒരു വലിയ ചതിക്കുടിയിലാണ് വിട്ടേക്കുന്നത്. ഇനിയും വൈകിട്ടില്ല, നീ അയാളായിട്ടുള്ള കൂട്ടങ്ങ് അവസാനിപ്പിക്കുക. വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പ്ലീസ്. നിങ്ങൾ എന്നെ ഉപദേശിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ പണിക്ക് പോയാലേ എൻ്റെ വീട്ടിൽ അടുപ്പ് പോവുകയുള്ളൂ. എനിക്ക് പഠിക്കണം, നല്ലതുപോലെ ജീവിക്കണം. അതിനിടെ നീ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ? എത്ര ജീവിതങ്ങളാണ് അതുവഴി നശിക്കുന്നത്? ഞാൻ പോട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. എടാ പോരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ ഇഷ്ടമാണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ എന്തായിട്ടാണ് പ്രശ്നം? എടാ നമ്മുടെ കേവിനെ പോലീസ് പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. അലീന, അത് നമ്മുടെ കേവിനെ പോലീസ് പിടിച്ചു. എന്റെ ദൈവമേ, കുറച്ചു മുന്നേ നമ്മൾ അവൻ്റെ സംസാരിച്ചല്ലേ ഉണ്ടായിരുന്നത്. എടാ അവന്റെ വീട്ടിലേക്ക് നമുക്ക് പോയാലോ? അവന്റെ അമ്മയും പെങ്ങളും ഇതെങ്ങനെ സഹിക്കും? അവന്റെ സാഹചര്യമാണ് അവൻ ഇങ്ങനെയാക്കി മാറ്റിയത്. എന്തൊക്കെ പറഞ്ഞാലും അവന് നല്ലൊരു ജോലി ജീവിക്കായിരുന്നു. അവന് എത്ര സാഹചര്യം ഉണ്ടായിരുന്നു വേറെ ജോലിയൊക്കെ, പക്ഷെ അവൻ ഏട്ടാ ചെയ്തില്ലല്ലോ. മതി, ഇനി കുറ്റപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനം? നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മൾ 4 നേരം സന്തോഷിച്ച് സുഖിച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ചപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ സഹായിക്കാൻ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ ചേട്ടാ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാ പോകുമ്പോ വേണ്ട, അവന് പള്ളിയിൽ നല്ല പേരുള്ളതല്ലേ, നമ്മളായിട്ട് ഇനി അത് കളയണോ? തടയ്ക്കുന്ന രക്ഷകനാമീശോ, നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു 1.5 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ കിട്ടിയോ? എന്താ പരിപാടി ഇത്ര വലിയ എമൗണ്ട് കിട്ടിയത്? നമ്മുടെ കെവിന്റെ ഫാമിലിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യമാണ് മക്കളെ. പക്ഷെ അവന് 1 വർഷം കഴിയുമ്പോൾ ഇറങ്ങും അല്ലേ? അതെ അതെ. അപ്പൊ കാശ് മാത്രം കൊടുത്തോണ്ട് കാര്യമായില്ല. ഇപ്പം അവന് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സാമീപ്യമാണ്. കാര്യം അവൻ ഒറ്റപ്പെടില്ലെന്നൊരു തോന്നൽ അവനുണ്ടാകരുത്. അപ്പോൾ കഴിവതും നിങ്ങൾ ആരെങ്കിലും ഒക്കെ അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഈ ആഴ്ച ഒന്ന് ജയിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം പോകുന്നുണ്ട് കാണാനായിട്ട്. അപ്പൊ അവനൊരു ആശ്വാസമാവില്ല. പിന്നെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവനെ ഏൽപ്പിക്കുകയും ചെയ്യാം. നല്ല കാര്യം നല്ല കാര്യം. ഓക്കേടാ, നല്ല കാര്യം നല്ല കാര്യം. അപ്പോൾ നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം കൂടെ ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കുമ്പസാരം കൊടുക്കാനാണ്. ഓക്കോട്ടെ, അപ്പൊ എല്ലാവരും ഗോഡ് ബ്ലെസ് കേട്ടോ.
അധ്യക്ഷ പ്രസംഗത്തിനായി അച്ഛനെ സ്വാഗതം ചെയ്യാം. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? പറയ്, എല്ലാവർക്കും പറയാം, പറയ്. അല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ലേ? ദൈവത്തെ നമ്മൾ എങ്ങനെ കണ്ടിട്ടുണ്ട്? നിങ്ങളിലൂടെ അല്ലേ, മറ്റുള്ളവരെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ സുബിൻ അല്ലടാ, സുബിൻ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നിങ്ങൾ. സഭയുടെ പ്രതീകങ്ങൾ, ദൈവരാജ്യം വളർത്തേണ്ടവർ. നമ്മുടെ പ്രിയപ്പെട്ട കെവിനെ സ്വീകരിക്കുന്നതിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും. നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടാൻ പോയ ഒരിടയൻ്റെ സ്നേഹം, ധൂർത്തപുത്രനെ സ്വീകരിച്ച പിതാവിൻ്റെ സ്നേഹം. മക്കളെ, ഇതെല്ലാം ഒരുമിച്ച് ഞാൻ നിങ്ങളിൽ കാണുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കെവിനെ ഈ വേദിയിലേക്ക് കൈകളടിച്ച് സ്വാഗതം ചെയ്യാം. വെൽക്കം കെവിൻ, വെൽക്കം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ധകാരത്തിലായിരുന്നു. നിങ്ങൾ എന്നെ അതിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നിങ്ങളുടെ സ്നേഹം എന്നെ ചെളിക്കുണ്ടിൽ നിന്നും കരകയറ്റി. എൻ്റെ സഹനത്തിൽ കഴിഞ്ഞ പോയൊരു വർഷക്കാലം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു.